10 കിലോയ്ക്ക് മേലെ തൂക്കം വരുന്ന ഈ ഒരു കാളാഞ്ചിയായിട്ട് നമ്മുടെ ഇന്നത്തെ താരം. ഓൾറെഡി നമ്മുടെ ഒരു കസ്റ്റമർ ഇതുപോലത്തെ വലിയ കാളാഞ്ചി വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ കസ്റ്റമർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഈ ഒരു കാളാഞ്ചിയെ കറിക്കായിട്ടും വറക്കാനായിട്ടുമുള്ള രീതിയിൽ കട്ട് ചെയ്യുന്നത് നമ്മുടെ ചാക്കോ ചേട്ടനുണ്ട്. അപ്പോൾ അധികം ബിൽഡപ്പ് ഒന്നുമില്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ കാളാഞ്ചിയെ കട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകണ്ട. നമുക്ക് 2 ദിവസമായിട്ടുള്ള ഒരു ചൂണ്ടക്കാളഞ്ചിയെ കിട്ടിയിട്ട് അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 16 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാളഞ്ചിയെ പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലയിട്ട് പിടിച്ചൊരു കാളഞ്ചി കേട്ടോ, അതായത് കാളാഞ്ചി വലയിട്ട് പിടിച്ചൊരു കാളഞ്ചി. പക്ഷേ നമ്മുടെ ആ കാളഞ്ചി ആയിരുന്നില്ല നമ്മുടെ കടയിൽ ഇന്നുണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ഏകദേശം 25 കിലോയ്ക്ക് മേലെ തൂക്കം വരുന്ന ഈ ഒരു ഓലക്കുടിനായിരുന്നു നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം പോകുന്ന മീൻ. പക്ഷേ ഇന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഡിമാൻഡുള്ള മീൻ ഏതായിരുന്നു വെച്ചാൽ അത് ഈ കാണുന്ന കാളാഞ്ചി തന്നെയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പോലെ 10-150 തൂക്കം വരുന്ന ഒരു കാളാഞ്ചിയാണ്. നമ്മളിത് ഈ കാളാഞ്ചിയെ വെട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പുറത്തിട്ട് വെട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ വെയിൽ കനക്കുന്നതിന് മുൻപേ പരിപാടി തീർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ഡെസ്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്തിട്ട് വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ചാക്കോച്ചേട്ടൻ റെഡിയാണ്, കത്തിക്ക് മുറിച്ച് കൂട്ടി ചാക്കോച്ചേട്ടൻ നിൽക്കുന്നത് ഇപ്പോൾ വേണ്ട. ചാക്കോച്ചേട്ടൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ വലിയൊരു കാളഞ്ചിയെ വെട്ടിയിട്ട് കുറേ നാളായിരുന്നു. അപ്പോഴേക്കും നല്ല വലിപ്പം പോകുന്നൊരു കാളഞ്ചിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാലിൽ കിട്ടാവുന്നത് വെച്ചിട്ട് അത്യാവശ്യം നല്ല കനം പോകുന്ന ചെതുമ്പിൽ തന്നെയുള്ള ഒരു മീനാണ് ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ കഴിഞ്ഞ ആഴ്ച വെട്ടിയ അരാപ്പയുടെയൊക്കെ അത്രയും കനം പോരെങ്കിലും ഇതിനും അത്യാവശ്യം നല്ല കനമുള്ള മീൻ തന്നെയാണ്. ഇതിൻ്റെയും ചെതുമ്പിൽ ക്രാഫ്റ്റ് വർക്കും പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് വരാറ്. എന്തായാലും ചാക്കോച്ചേൻ്റെ കത്തിക്ക് നല്ല മൂർച്ചയുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ട്, ചെതുമ്പിൽ ചെത്തിയെടുക്കുന്നതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട് നിങ്ങൾ. പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത്, കത്തിക്ക് മൂർച്ച മാത്രം പോരാ, ഇതിന് പാങ്ങും കൂടി വേണം. അതായത് കാളാഞ്ചിയെ ചെത്താനായിട്ട് നല്ലപോലെ അറിഞ്ഞിരിക്കാൻ വേണം കേട്ടോ. എന്നാലാണ് നല്ല വൃത്തിക്ക് കാളാഞ്ചി ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100K ആകുമ്പോൾ നമ്മളിങ്ങനെ 100 കുഞ്ഞുങ്ങൾ ഇടുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തന്നെ നമ്മൾ കാളാഞ്ചി കുഞ്ഞുങ്ങൾ ഇത്രയെങ്കിലൊക്കെ ആവട്ടെ. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷം ഫോളോവേഴ്സ് തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്നാണോ ഏത് സമയത്താണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷം ഫോളോവേഴ്സ് തികയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും 100 കാളാഞ്ചി കുഞ്ഞുങ്ങൾ നമ്മുടെ കൃഷ്ണൻകോട്ട പുഴയിലേക്ക് അതായത് ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെന്തായാലും നെക്സ്റ്റ് വീക്കിൽ എല്ലാം ഒത്തുവരികയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഒരു 100 കാളാഞ്ചി കുഞ്ഞുങ്ങൾ നമ്മൾ കൃഷ്ണൻകോട്ട പുഴയിലേക്ക് തുറന്നു വിടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു ഫുൾ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ചോര കുളിച്ചെറുക്കങ്ങള് ഇന്നലെ ഒരു 15 അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കസ്റ്റമർ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10 കിലോളം തൂക്കം വരുന്ന ഈ ഒരു കാളാഞ്ചിയെ വറക്കാനായിട്ടും കറിക്കായിട്ടും പിന്നെ തലയുടെ ഭാഗവും അതിൻ്റെ മുൾഭാഗവും 3 സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ട് കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചാക്കോ ചേട്ടൻ ആ ഒരു രീതിയിലാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോണത് ഈ കാളാഞ്ചിയെ. 2 പീസാക്കി മതിയല്ലേ? വറക്കാനും കറിക്കും കണക്കാക്കിയിട്ട്. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് വറക്കാൻ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ വറക്കാനുള്ള പീസ് ഇട്ടോ, വറക്കാൻ കണക്കാക്കിയിട്ട് സൂപ്പർ പീസാണ്. പിള്ളേർക്ക് വേറെ ഗുണമുണ്ട്, ഞാനെങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ. അപ്പോൾ ഇത്തിരി കനം കുറച്ചിട്ട് അത്യാവശ്യം വലുപ്പമുള്ള പീസായിട്ടുണ്ട് നമുക്ക് വറക്കാനായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അത്യാവശ്യം വറക്കാൻ മാത്രമായിട്ടുള്ള പീസുകളാക്കിയിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മാറ്റം വേണമെങ്കിൽ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് മാറ്റം വേണമെങ്കിൽ വരുത്താൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള പീസായിട്ട് തന്നെ കറിക്ക് വേണമെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് പകുതിയാക്കി കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറിക്കായിട്ടും ഈ ഒരു
പീസ് ഇപ്പോൾ മുറിച്ചിട്ട പീസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം മീറ്റ് മാത്രം കിട്ടുന്ന ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി ഈ കാണുന്ന ഭാഗം വയർ ഭാഗമൊക്കെ നമ്മൾ കറി വെക്കാനായിട്ടുള്ള പീസുകളാക്കിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കാണുന്നത് കാളാഞ്ചിയുടെ സ്വിം ബ്ലാഡർ ആയിരുന്നിട്ട് ആ നീളത്തിൽ കണ്ടത്. വയറ്റിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഭാഗം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചാക്കോച്ചേട്ടൻ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കാനായിട്ടുള്ള പാർട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കാനായിട്ട് കുറച്ചുകൂടി വലുപ്പമുള്ള പീസായിരിക്കും. പക്ഷേ കറിക്കാണെങ്കിൽ ഈ കാണുന്ന പോലെ ചെറിയ പീസുകളാക്കിയിട്ടായിരിക്കും കേട്ടോ. ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും, എന്നാലും വറക്കാനായിട്ട് എടുക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടി ചെറിയ പീസുകളായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഈ കാണുന്ന മീറ്റെല്ലാം നമ്മൾ കറി വെക്കാനായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ്. ഈ കാണുന്നതെല്ലാം കറി വെക്കാനും ഈ കാണുന്നത് വറക്കാനുമായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. തലഭാഗം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തല മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വയറിൻ്റെ ഭാഗവും നടുഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇത് ഈ വാലിൻ്റെ ഭാഗം നമ്മൾ എടുക്കുന്നത് കുറച്ച് ഭാഗം ഇതിൽ നിന്ന് നമ്മൾ വറക്കാനായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ഭാഗവും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് കറി വയ്ക്കാനായിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് കേട്ടോ. അങ്ങനെ തലക്കറി കിടക്കട്ടെ. ശരി. കാളാഞ്ചി വെട്ടുമ്പോൾ ചെറുതായാലും വലുതായാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല വെട്ടി ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കാളാഞ്ചിയുടെ തലയ്ക്ക് നല്ല കനമാണ്. എല്ല് പോലെ തന്നെ ഇരിക്കും, പക്ഷേ അത്യാവശ്യം മീറ്റും ഉണ്ടാവും. അപ്പോൾ കാളാഞ്ചി തലക്കറിയൊക്കെ നല്ല ഫേമസ് ഒരു ഡിഷാണ് കേട്ടോ. പല പല ഷാപ്പുകളിലും കാര്യങ്ങളിലൊക്കെ കാളാഞ്ചി തലക്കറി മാത്രമായിട്ട് പ്രത്യേകം ഒരു ഡിഷായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു രീതിയിലല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷാപ്പിലായാലും റെസ്റ്റോറൻറ്റ്സിലായാലും തലക്കറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് നമ്മൾ തല തന്നെ ചെറിയ പീസുകളാക്കി ഈ കാണുന്ന പോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കാളാഞ്ചിയുടെ തല വെട്ടി മാറ്റി വെച്ചെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അവസാനമുണ്ട് തല വെട്ടി അത് പീസാക്കിയത് ഈ കാണുന്ന പോലെ. അപ്പോൾ എന്തായാലും പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചാക്കോച്ചേട്ടൻ ഈ ഒരു 10 കിലോ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-150 തൂക്കം വരുന്ന ഈ ഒരു കാളാഞ്ചിയെ വെട്ടി പീസാക്കി കറിക്കും വറക്കാനും പിന്നെ തലക്കറിക്ക് വെക്കാനായിട്ടുള്ള പാർട്ടുകളാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണ ഈ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് ഇടാം. താങ്ക് യു സോ മച്ച്.